ഓക്കെ, നമ്മളിപ്പോ എക്സസൈസ് 2.2 പറയാന്നല്ലേ രാവിലെ പറഞ്ഞേ അല്ലേ? പേജ് നമ്പർ 75. പേജ് നമ്പർ 75. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് മിസ് ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ആദ്യത്തേത് എന്താ? ഫസ്റ്റ് വൺ. വൺ, ടു, ത്രീ, ഫോർ. ഓക്കെ, ഇങ്ങനെയല്ലേ ആദ്യത്തേത് അല്ലേ? അതിൽ എത്ര പാർട്സ്? ഇത് എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? ആ ഒരു റെക്റ്റാങ്കിളിനെ എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? എത്രയാ? ഒന്ന് എണ്ണി നോക്കിയേ. വൺ, 12 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗത്തിന് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നേ? ആരെയാ അമ്മ വിളിക്കുന്നേ? പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. 8 ആണോ? എത്ര പാർട്സിനാ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്? ഇതാ ഇത്രയും പാർട്സ്. നമുക്ക് നോക്കാലോ എത്ര ഉണ്ടെന്ന്. 9. എത്രയുണ്ട്? 9 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി പറയും? 12 പാർട്സ് ആക്കിയതിൽ 9 പാർട്സ് ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 9 by 12. Okay. Then second one. Second one എത്ര പാർട്സ് ആ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 6. എത്രയാവും നോക്കട്ടെ. 6. ഇപ്പുറത്തല്ലേ? 1, 2, 3, 4, 5, 6 പാർട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നമ്മൾ പറയും? എങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ ആയി പറയും? 12 പാർട്സ് ആക്കിയതിൽ 6 പാർട്സ് ആണ് നമ്മൾ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. 6 by 12. ഇനി നാലാമത്തത് നോക്കിയേ. നാലാമത്തത് 12 പാർട്സ് ആക്കിയതിൽ എത്ര പാർട്സിനാ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്? എത്ര ഭാഗത്തിനാ? 4 പാർട്സ് അല്ലേ? അപ്പൊ 12 പാർട്സ് ആക്കിയതിൽ 4 പാർട്സിനാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 by 12. മൂന്നാമത്തതോ? മൂന്നാമത്തത് 4 പാർട്സ് ആക്കിയതിൽ 1 പാർട്സിനാണ് എന്ത് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 by 4. അപ്പൊ ഒരു ഷെയ്ഡഡ് പോർഷൻ തന്നാൽ
അത് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ മനസ്സിലായല്ലോ? Yes. മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പേജില് ഒന്ന് പേജ് നമ്പർ 76 കുറച്ച് കൊടുത്തിട്ടുണ്ട്. 5, 6, 7, 8 അതും കൂടി ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതേ ക്വസ്റ്റ്യന്റെ ബാക്കി 5, 6, 7, 8 ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, അഞ്ചാമത്തെ ആൻസർ എത്രയാ? എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട് അവിടെ? 8 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 5 പാർട്സിനാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോ 5/8. ആറാമത്തത് 5 പാർട്സ് ആക്കിയതിൽ 3 പാർട്സിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 3/5. 3/5. നെക്സ്റ്റ് 7th വൺ, സ്ക്വയറിനെ 2 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 1 പാർട്ടിന് നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 1/2. 1/2. 8th വൺ, 8 പാർട്സ് ആക്കിയിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് 1, 2, 3 പോർഷൻസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 3/8. 3/8. അപ്പൊ ഷെയ്ഡ് കൊടുത്തത് ഫ്രാക്ഷൻ എങ്ങനെയാന്ന് പറയാൻ മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഷെയ്ഡ് ദ പോർഷൻ കറസ്പോണ്ടിങ് ടു ദി ഗിവൺ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനും കൊടുത്തിട്ടുണ്ട്, പിക്ചറും കൊടുത്തിട്ടുണ്ട്. അത് ആ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ അനുസരിച്ച് ഷെയ്ഡ് ചെയ്യാം. ഫസ്റ്റ് 2/4, സെക്കൻഡ് 3/3, 3/4, 5/6. അത് നിങ്ങൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് കൊടുത്താൽ മതി. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. കേട്ടിട്ടുണ്ടോ എന്താ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന്? കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ? ഇല്ല, പുതിയ വേർഡ്സ് ആണല്ലേ. നമ്മള് ഫ്രാക്ഷൻ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഒന്ന് ന്യൂമറേറ്ററും ഒന്ന് ഡിനോമിനേറ്ററും. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഈ ഒരു റെക്റ്റാങ്കിളിനെ 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. 8 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തതിൽ ഒരു 1, 2, 3, 4, 5, 6 പാർട്സിന് എന്ത് കൊടുത്തു? ഷെയ്ഡ് കൊടുത്തു. അപ്പൊ നമ്മൾ ഇത് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ പറയും? ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ പറയും? 8 പാർട്സ് ആക്കിയതിൽ 6 പാർട്സിന് നമ്മൾ എന്ത് കൊടുത്തു? ഷെയ്ഡ് കൊടുത്തു. ഇതിൽ നമ്മൾ ഷെയ്ഡ് കൊടുത്ത പോർഷൻ, അതായത് 6, ആ ടേമിനെ പറയുന്ന പേരാണ് ന്യൂമറേറ്റർ. NUMERATOR, ന്യൂമറേറ്റർ. ഇനി ടോട്ടൽ നമ്മൾ ആ ഹോൾ തിങ്ങിനെ എത്ര ഭാഗമായിട്ടാണോ ഡിവൈഡ് ചെയ്തത് അതിനെ പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. DENOMINATOR, ഡിനോമിനേറ്റർ. അപ്പോ ഒരു ഫ്രാക്ഷന്റെ മുകൾ ഭാഗത്ത് വരുന്നതിനെ നമ്മൾ ബൈ ഇട്ട് എഴുതുമ്പോൾ മുകൾ ഭാഗത്ത് വരുന്നതിനെ ന്യൂമറേറ്റർ എന്നും
താഴെ ഭാഗത്ത് വരുന്നതിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോൾ തിങ്ങിനെ എത്ര പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു എന്നതിനെയാണ് ഡിനോമിനേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ആണ് ന്യൂമറേറ്റർ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മനസ്സിലായല്ലോ. ഈ ഡയഗ്രം ഒന്ന് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് എഴുതി വെച്ചേ. എന്താ അറിയൂ? ഓക്കെ, ഇതൊന്ന് എഴുതി വെച്ചോ നോട്ടില്. ഇതേപോലെ വരച്ചിട്ട് ഇതുപോലെ 6/8 എന്ന് എഴുതാം. ന്യൂമറേറ്റർ അടയാളപ്പെടുത്തുക, ഡിനോമിനേറ്റർ അടയാളപ്പെടുത്തുക. കഴിഞ്ഞോ? ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞവര് നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 77-ൽ എക്സസൈസ് 2.3 കാണാം. അതിൽ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയേ. ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂമറേറ്ററിന് എന്നും ഡിനോമിനേറ്ററിന് ഡി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ നോക്കിയിട്ട് ന്യൂമറേറ്റർ ഏതാ ഡിനോമിനേറ്റർ ഏതാന്നൊന്ന് എഴുതി വെച്ചേ. പേജ് നമ്പർ 77. എക്സസൈസ് 2.3 ക്വസ്റ്റ്യൻ എ. ഒരു 12 എണ്ണം ഉണ്ട്. പെട്ടെന്ന് എഴുതാൻ പറ്റും. പെട്ടെന്നൊന്ന് എഴുതിയേ. എന്തറിയല്ലോ? ഓക്കെ, കാണിച്ചു തരാം. Write the numerator and denominator in each of these fractions. First one 1/12, numerator 1, denominator 12. Second one 7/8, numerator 7, denominator 8. Third one 2/5, numerator 2, denominator 5. Fourth 2/17, numerator 2, denominator 17. Next 8/9, numerator 8, denominator 9. Next 9/15, numerator 9, denominator 15. Seventh one 4/9, numerator 4, denominator 9. Eighth one 2/17, numerator 2, denominator 17. 5/6, numerator 5, denominator 6. 2/3, numerator 2, denominator 3. 6/11, numerator 6, denominator 11. 3/7, numerator 3, denominator 7. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തന്നാലും ഫ്രാക്ഷൻ എഴുതാൻ പറ്റുമോ? കുഴപ്പമില്ല, എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 5 എണ്ണം ഒന്ന് ചെയ്തേ.
Write the fractions for the given numerators and denominators. Text തന്നെ എഴുതിയാൽ മതി, നോട്ടിലൊന്നും എഴുതണ്ട. ന്യൂമറേറ്ററും തന്നിട്ടുണ്ട്, ഡിനോമിനേറ്ററും തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ആദ്യത്തെ 5 എണ്ണത്തിന്റെ ഫ്രാക്ഷൻ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചേ. എന്തറിയല്ലോ? ന്യൂമറേറ്ററും തന്നിട്ടുണ്ട്, ഡിനോമിനേറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, കോളത്തില് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് 3, ഡിനോമിനേറ്റർ 5. ന്യൂമറേറ്റർ 3ഉം ഡിനോമിനേറ്റർ 5ഉം ആണെങ്കിൽ ഫ്രാക്ഷൻ എത്രയായിരിക്കും? ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേലെ വരുന്നത് 3ഉം മേലെ വരുന്നത് ന്യൂമറേറ്ററും താഴെ വരുന്നത് ഡിനോമിനേറ്ററും, ആ ഒരു രീതിയിൽ നോക്കിയാൽ മതി. ന്യൂമറേറ്റർ 3, ഡിനോമിനേറ്റർ 5. അപ്പൊ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 3/5. ഇനി ന്യൂമറേറ്റർ 1ഉം ഡിനോമിനേറ്റർ 6ഉം ആണെങ്കിലോ ഫ്രാക്ഷൻ എത്രയായിരിക്കും? ഒന്ന് എഴുതി നോക്കിയേ, ബാക്കി 4 എണ്ണം കൂടി ഒന്ന് എഴുതി നോക്കിയേ. Listen. Numerator 3, denominator 5. Fraction 3/5. Numerator 1, denominator 6. Fraction 1/6. Then third one, numerator 6, denominator 10. Fraction 6/10. Next, fourth one, numerator 7, denominator 8, fraction 7/8. Fifth one, numerator 6, denominator 17, fraction 6/17. ഇത്രയേ ഉള്ളൂ എഴുതാൻ. First 3/5, 1/6, 6/10, 7/8, 6/17. ബാക്കിയുള്ള 5 എണ്ണം ഇതേപോലെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കേട്ടല്ലോ? ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്. 2 നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാ വലുത് ഏതാ ചെറുത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും അല്ലേ? 5ഉം 50യും തന്നാൽ 5 is greater than 50, 50. ഇനി 10 and 100, sorry, 5 is less than 50. അതുപോലെ 10 and 100, 10 is less than 100. വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ ഏതാന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 2 ഫ്രാക്ഷൻസ് തന്നാൽ ഏതാ വലുത് ഏതാ ചെറുത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ആ ഫ്രാക്ഷൻസിന് ചില പ്രത്യേകതകളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. One, 2, 3. ഈ സർക്കിൾ ഒരേപോലെയാണോ? 4. ഈ 4 സർക്കിളിനെയും 4 പാർട്സ് ആക്കുന്നുണ്ടേ. ഓക്കെ, നമ്മൾ ഫ്രാക്ഷൻ പറയുമ്പോൾ എപ്പോഴും ഈക്വൽ പാർട്സ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം, അൺഈക്വൽ പാർട്സ് ആവരുത്. ഫ്രാക്ഷൻ എപ്പോഴും ഈക്വൽ പാർട്സിന്റെ കേസിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഇനി ഓരോന്നിലും ഓരോ പാർട്സ് ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോവാ. ഒന്നാമത്തേല് ഒരു പാർട്ട്,
ഓക്കെ, രണ്ടാമത്തേന് 2 പാർട്ട്. മൂന്നാമത്തേല് 3 പാർട്ട്. നാലാമത്തേല് 4 പാർട്ടും ഷെയർ ചെയ്യുന്നു, സോറി ഷെയ്ഡ് ചെയ്യുന്നു. ഓക്കെ, ഇതില് ആദ്യം ഷെയ്ഡ് ചെയ്ത ആദ്യത്തെ സർക്കിളിൽ ഷെയ്ഡ് ചെയ്ത പാർട്ടിനെ നമ്മൾ എങ്ങനെ പറയുന്നു? എങ്ങനെ പറയും? 1/4 4 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട്. രണ്ടാമത്തേതിലോ 2/4 2 പാർട്സ് ആക്കിയതിൽ, സോറി 4 പാർട്സ് ആക്കിയതിൽ 2 പാർട്സ്. മൂന്നാമത്തേതിൽ 3/4 4 പാർട്സ് ആക്കിയതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തേതോ 4 പാർട്സ് ആക്കിയതിൽ 4 ഭാഗവും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 1/4 ആണോ 2/4 ആണോ വലുത്? നമ്മൾ കമ്പയർ ചെയ്യുന്നത് വലുതാണോ ചെറുതാണോ നോക്കിയിട്ടല്ലേ അല്ലേ? 1/4 ആണോ 2/4 ആണോ വലുത്? ആ പാർട്ട് ഷെയ്ഡ് ചെയ്ത പാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണോ ഇതാണോ വലുത്? 2/4 അല്ലേ വലുത് അല്ലേ? ഷെയ്ഡ് ചെയ്ത പാർട്ട് നോക്കിയാൽ 2/4 ആണ് വലുത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/4 ഈസ് ലെസ് ദാൻ 2/4. 1/4 ഈസ് ലെസ് ദാൻ 2/4. ഇനി 2/4ഉം 3/4ഉം വെച്ച് നോക്കിയേ, ഏതാ വലുത്? 2/4 ആണോ 3/4 ആണോ? 3/4 അല്ലേ വലുത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2/4 ഈസ് ലെസ് ദാൻ 3/4. ഇനി 3/4ഉം 4/4ഉം വെച്ച് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം 4/4 ഈസ് ഗ്രേറ്റർ ദാൻ 3/4. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെ പറയാം? 1/4 ലെസ് ദാൻ 2/4 ലെസ് ദാൻ 3/4 ലെസ് ദാൻ 4/4. ഓക്കെ, ഇനി ഇത് നമ്മൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞത്. നമ്മൾ രണ്ടോ അതിലധികമോ ഫ്രാക്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. സെയിം ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസ് ആണെങ്കിൽ, സെയിം ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് ആണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ന്യൂമറേറ്ററിൽ വലുത് ഏതാണോ, ന്യൂമറേറ്റർ വലിയ നമ്പർ ഏതാണോ വരുന്നത് ആ നമ്പർ ആയിരിക്കും, ആ ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. എന്താ ഏഞ്ചൽ? മിസ്സിന്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. അതിവിടെ നെറ്റ് അൺസ്റ്റേബിൾ ആ മോളെ, നെറ്റ് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ജൂലിയറ്റിന് എന്താ പറയാനല്ലേ? അത് മിസ് നേരത്തെ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോ വരത്തില്ല, അത് വരയ്ക്കാൻ ചോദിക്കാനുണ്ട്. കാണിച്ചു തരണോ ഒന്നുകൂടി? വേണോ? ഓക്കെ, സാരമില്ല. നിങ്ങളെ യൂട്യൂബ് ക്ലാസ് ഒന്ന് കാണണേ. ഇവിടെ നെറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ക്ലാസ് ഒന്നുകൂടി കാണാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്ററിന്റെ ബേസിൽ, ന്യൂമറേറ്റർ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്ന രീതിയിലായിരിക്കും അതിന്റെ കമ്പാരിസൺ വരിക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കമ്പാരിസൺ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എങ്ങനെ, ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എങ്ങനെ വരുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടല്ലോ?
ഇടയ്ക്ക് ഓരോന്നോരോന്ന് വിട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. അതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ബൈ.